നെന്മാറ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ UDF സ്ഥാനാർത്ഥി എ തങ്കപ്പനെ വിജയിപ്പിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CC സുനിൽ. നെന്മാറ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സൗദാംബിക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CC സുനിൽ. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ LDF നഗരശിഖാന്തം വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ നിയോജക മണ്ഡലം കഴിഞ്ഞ 20 വർഷമായി LDFിന്റെ കയ്യിലുണ്ട്. ഈ 20 വർഷത്തിനിടയ്ക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് കാര്യപ്രസക്തമായ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ LDFിന്റെ ജനപ്രതിനിധികൾക്ക് സാധിച്ചു എന്നുള്ള ചോദ്യം ഉയർത്തേണ്ട സമയമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള 10 വർഷം ശ്രീ KA ചന്ദ്രേട്ടൻ നമ്മുടെ ജനപ്രതിനിധിയായി UDFിന്റെ MLA ആയി ശ്രീ KA ചന്ദ്രേട്ടൻ പ്രവർത്തിച്ചാണ്. നെന്മാറയുടെ ചരിത്രം പരിശോധിച്ചാൽ, കൊല്ലംകോട് അസംബ്ലിയായിരുന്ന ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണുവാൻ കഴിയും. ശ്രീ KA ചന്ദ്രേട്ടൻ തുടങ്ങി വെച്ച പദ്ധതികളല്ലാതെ കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ടുവന്ന പുതിയ പദ്ധതികൾ കാണിച്ചുകൊണ്ട് ചോദിക്കുവാൻ LDFിനുണ്ടോ എന്ന് ഒരു ചോദ്യമാണ്. ഇവിടെ ഇന്നും ഗതാഗത കുരുക്കൂറിന് ശ്വാസമുട്ടുന്ന നെന്മാറയും കൊടുവായും കൊല്ലംകോടും ഈ 20 വർഷം ഇതുപോലെ തന്നെ ഗതാഗത കുരുക്കും മൂലം ശ്വാസമുട്ടുന്ന കൊല്ലംകോടും അതുപോലെ നെന്മാറയും അതുപോലെ തന്നെ കൊടുവായും പുതുനഗരവും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കഴിഞ്ഞ 20 വർഷത്തെ LDF ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തിൽ നിന്ന് തിരിച്ചറിയാം. കഴിഞ്ഞ 20 വർഷമായി വികസനമില്ലാത്ത നിയോജക മണ്ഡലമാണിത്. KA ചന്ദ്രന്റെ കാലത്തുണ്ടായ വികസനമല്ലാതെ ഒന്നും ഇവിടെ നടത്തിയിട്ടില്ലെന്നും DCC ജനറൽ സെക്രട്ടറി CC സുനിൽ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ തിട്ടമ്പുറം അധ്യക്ഷനായി. സ്ഥാനാർത്ഥി എ തങ്കപ്പൻ, വിവിധ കക്ഷി നേതാക്കളായ KG എൽദോ, MM ഹനീഫ, AR ചന്തം, KR പത്മകുമാർ, KV ഗോപാലകൃഷ്ണൻ, വിനോദ് ചക്രായി, KI അബ്ബാസ്, M പത്മഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.